അഞ്ജു സംസാരിച്ചപ്പോ പറഞ്ഞത് ആർക്കാ നന്ദി പറയേണ്ടതെന്ന് ചോദിച്ചപ്പോ രണ്ടമ്മമാർക്കും ആദ്യം പറഞ്ഞത്. ഞാൻ അത്രയും പ്രാർത്ഥിച്ചിട്ടുണ്ട്, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി വേണം. അമ്മയാണ് എന്നെ നോക്കി വളർത്തിയിട്ടുള്ളത്. എനിക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി പക്ഷേ മരിച്ചു. ഇപ്പൊ 10 വർഷം ആകാറായി. അതിന്റെ ഒരുപാട് സങ്കടങ്ങളുണ്ട്. പിന്നെ അതിന്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി. ഡിസ്ക് പളിച്ചായി. 1.5 വർഷത്തോളം ട്രീറ്റ്മെന്റ് ആയിരുന്നു. എഴുന്നേറ്റ് നിൽക്കാനോ ഇരിക്കാനോ അങ്ങനെ ഒന്നും പറ്റാത്തൊരവസ്ഥയിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴും ഞാൻ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇനി എന്നെ കൊണ്ടൊന്നും പറ്റില്ലേ, എനിക്ക് ജോലിയൊന്നും നേടാൻ പറ്റില്ലേ, ഞാൻ എൻ്റെ പിള്ളേരെ എങ്ങനെ നോക്കും, അങ്ങനത്തെ ഒക്കെ ചിന്തയായിരുന്നു. പഠിത്തം കളയരുത്. പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ ഏതറ്റം വരെ വേണമെങ്കിലും പഠിക്കണം. എൻ്റെ കൂടെ ജോലിക്ക് പോണ പെണ്ണുങ്ങളെല്ലാവരും പറയും, നീ കഷ്ടപ്പെട്ട് ഒരാളെ പഠിപ്പിച്ചു, ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് ഒരാളെ പഠിപ്പിക്കുന്നുണ്ട്, നീ എന്തിനു പഠിപ്പിക്കണേ? ഞാൻ പറഞ്ഞേ, ഞാൻ ഒരു 10 വരെ പഠിക്കുള്ളൂ, അത് പോട്ടെ, എൻ്റെ മക്കളെങ്കിലും നല്ല നിലയിൽ എത്തണം, അവരുടെ ഭാവിയാണ്. ഇവൾക്ക് ജോലി കിട്ടിയതിന് ശേഷമാണ് അവിടെ ഉള്ളവരോട് എനിക്കൊന്ന് പകരം വീട്ടിലല്ല ഒന്ന് പറയാം, നിങ്ങൾ എന്നെ കളിയാക്കിയില്ലേ ഇപ്പം എൻ്റെ മോളിൽ നിലയിലെത്തി എന്നൊരു വാക്ക് പറയാനായിട്ട്. അതെ, നമ്മൾ വിജയിക്കുമ്പോഴാണ് നമുക്കത് പറയാൻ പറ്റുക, അത് ഉറക്കെ പറയണം. സൂര്യനായി തിളങ്ങണമെങ്കിൽ കനലായി എരിയണം. കനൽ കെട്ടിട്ടില്ലെങ്കിൽ അത് കാട്ടുതീയായി പടരും. അങ്ങനെ കനൽ കെട്ടിട്ടില്ലാത്ത സഹകാരിയുടെ സ്വന്തം അഞ്ജുവിൻ്റെ അടുത്താണ് ഇന്ന് നമ്മൾ എറണാകുളം ജില്ലയിലെ വരാപ്പുഴയിലാണുള്ളത്. അഞ്ജുവാണ് കേരള ബാങ്ക് പരീക്ഷയിൽ 89ാം റാങ്ക് നേടി മിന്നുന്ന വിജയം നേടിയ ആളാണ് അഞ്ജു. അഞ്ജുവിൻ്റെ വിശേഷങ്ങൾ നമ്മൾ ഇന്ന് ചോദിച്ചറിയാം. അഞ്ജു നമസ്കാരം. നമസ്കാരം സർ. ഓക്കെ അഞ്ജു, ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഒരു ലൈഫിൽ അടുത്തൊരു സ്റ്റേജാണ് അല്ലേ? നമ്മൾ ഇതുവരെ ഒരു വീട്ടമ്മയായിട്ട് നിന്നു, അവിടുന്ന് അത് സക്സസ്ഫുള്ളായിട്ട് പോകുന്നു. അവിടെ നിന്ന് ആ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് നമ്മൾ ജീവിതത്തെ അടുത്തൊരു സ്റ്റേജിലോട്ട് കടക്കുവാണ്. ആ ഒരു മാറ്റത്തിനെ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ തന്നെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന സഹകാരിയിൽ ഞാൻ അഡ്മിഷൻ എടുത്തു തന്നെയായിരുന്നു. അവിടെ നിന്നാണ് എനിക്കൊരു ജോലി വേണം എന്നുള്ളൊരു വാശി. അത് താൽക്കാലികമായിട്ടുള്ളൊരു ജോലിയല്ല, സ്ഥിരമായിട്ടുള്ളൊരു ജോലി എനിക്ക് വേണം. ആ ഒരു മോട്ടിവേഷൻ കിട്ടിയത് തന്നെ സഹകാരിയിൽ നിന്നായിരുന്നു. അതിലേക്ക് എത്തപ്പെടാനുള്ളൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഡിഗ്രി ആയിരുന്നു. ഡിഗ്രി കഴിഞ്ഞ് പിന്നെ PG ചെയ്തു. MSc ബോട്ടണി ആയിരുന്നു. ഇതായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ഫീൽഡാണ്, കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. അപ്പൊ എനിക്ക് HDC എന്ന് പറഞ്ഞൊരു കോഴ്സ് എടുക്കണമെന്ന് എൻ്റെ ഹസ്ബൻഡിന്റെ അമ്മയാണ് പറഞ്ഞത്. അപ്പോൾ അമ്മയാണ് ഇതിലേക്കുള്ള ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് തന്നത് തന്നെ. അങ്ങനെ HDC ചെയ്തു. അതിൽ നല്ല മാർക്കോട് കൂടി ഡിസ്റ്റിങ്ഷനോട് കൂടി കോളേജിൽ ഫസ്റ്റായിട്ട് തന്നെ പാസ് ഔട്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉടനെ തന്നെ കോച്ചിങ് സെൻറ്റർ അന്വേഷിച്ചു. അപ്പോഴും എനിക്ക് ഇനി ബെറ്റർ ആയിട്ടുള്ളവരൊന്ന് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ HDCക്ക് ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ലോ എടുത്തിരുന്നൊരു മിസ് ഉണ്ടായിരുന്നു, നീതു മിസ്. അപ്പം മിസ്സാണ് എന്നോട് പറഞ്ഞത് സഹകാരിയിൽ ജോയിൻ ചെയ്താൽ മതി, മിസ്സിന് ഉടനെ തന്നെ അഡ്വൈസ് കിട്ടും, സഹകാരിയിലാണ് മിസ് പഠിച്ചത്, ശ്യാം സാറും രാജേഷ് സാറും അടങ്ങുന്ന ഒരു ടീമാണെന്ന് പറഞ്ഞു. നല്ലതാണ്, അവിടെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിനക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞു. സത്യമാണ്. എനിക്ക് ഈ ഒരു റാങ്ക് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അന്ന് തന്നെ ഞാൻ മിസ്സിനെ വിളിച്ച് പറഞ്ഞു, മിസ് എനിക്ക് 89ാമത്തെ റാങ്ക് ഉണ്ട്, മിസ് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അവിടെ ചേർന്നത്, അതുകൊണ്ടാണ് എനിക്ക് ലൈഫിൽ ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് തന്നെ നേടാനായിട്ട് സാധിച്ചെന്ന് ഞാൻ മിസ്സിനോട് പറഞ്ഞു. ഇനി അങ്ങോട്ടും നല്ലത് നടക്കട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും ഏറ്റവും ആഗ്രഹിച്ച ഒരു കാര്യം ദൈവം തന്നു. അതിന് സഹകാരിയോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അതിലേക്ക് എത്തിയത്. ഈ ഓൺലൈനിലായിട്ട് പഠിക്കുന്നതിൽ സാധാരണ എല്ലാവരും പറയാറ്, ഓഫ്ലൈൻ കോഴ്സ് നേരിട്ടൊരു അറ്റൻഷൻ കിട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു റിസൾട്ട് ഉണ്ടാകുക. അപ്പം ഓൺലൈനിൽ നിന്നുകൊണ്ട് ഒരു കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് അതിലൊരു പഠിച്ച് വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പം അങ്ങനെ ഒരു ഓൺലൈൻ കോഴ്സാണ് എടുക്കുന്നതെങ്കിൽ പോലും നമുക്ക് ആ ഒരു ആവശ്യം ആണ് അതിനെ ഡിസൈഡ് ചെയ്യുന്നത് അല്ലേ? അപ്പം ഈ ഓൺലൈനിൽ അത് ക്രാക്ക് ചെയ്യാനായിട്ട് എങ്ങനെയാണ് പറ്റുക എന്നുള്ളതൊന്ന് നമ്മുടെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ. ഓൺലൈൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓഫ്ലൈൻ പഠിക്കാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ ദൂരം ഒരു പ്രശ്നമാണല്ലോ. പിന്നെ ഞാൻ മാരേജ് കഴിഞ്ഞൊരു കുട്ടിയാണ്, എനിക്ക് 2 കുട്ടികളുണ്ട്, അവരുടെ കാര്യം നോക്കണം, ഹസ്ബൻഡ് നാട്ടിലില്ല. അപ്പൊ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ട ഒരാൾ കൂടിയാണ്. അപ്പൊ എന്തായാലും എനിക്ക് ഓൺലൈനിൽ ചൂസ് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. പിന്നെ അറിഞ്ഞിടത്തോളം ഓൺലൈൻ ക്ലാസ് എല്ലാം നല്ലതാണ് സഹകാരിയുടെ.
അത് കിട്ടിയിട്ട് ഒരുപാട് പേർക്ക് ജോലി കിട്ടിയിട്ടുമുണ്ട്. അതെ. അതുകൊണ്ടാണ് ഞാൻ ഓൺലൈൻ തിരഞ്ഞെടുത്തത് തന്നെ. പിന്നെ ഓൺലൈൻ അറ്റൻഡ് ചെയ്തതോടുകൂടി എനിക്ക് ഓഫ്ലൈനിന്റെ ആ ഒരു ഇതൊന്നും കിട്ടാതെ പോയിട്ടില്ല. ഓഫ്ലൈനിൽ പഠിക്കുന്നതിന്റെ സെയിം ബെനിഫിറ്റ് തന്നെ എനിക്ക് ഓൺലൈനിലൂടെ കിട്ടിയിട്ടുണ്ട്. ഓൺലൈനിലും നമ്മുടെ മെന്റർഷിപ്പ് പ്രോഗ്രാമും അതൊക്കെ കുറച്ചുകൂടെ എഫക്റ്റീവ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. മെന്റേഴ്സ്, പിന്നെ സാറുമാരുടെ ക്ലാസ് ആണെങ്കിലും എക്സാംസ് ആണെങ്കിലും ഡെയിലി എക്സാംസും വീക്കിലി എക്സാംസും എല്ലാം നല്ലപോലെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട് ഓൺലൈൻ ആണെങ്കിലും. ജീവിതത്തിൽ ഈ ഇങ്ങനെ വലിയൊരു മാറ്റം വരുമ്പോൾ നമുക്ക് ആരോടെങ്കിലും നന്ദി പറയണമെന്നുണ്ടെങ്കിൽ ആർക്കായിരിക്കും നമ്മൾ ഈ വിജയം ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? നന്ദി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയെങ്കിലും ഒന്ന് ആകാൻ സാധിച്ചത് ദൈവത്തിന് തന്നെ ആദ്യം നമ്മൾ നന്ദി പറയണം. ദൈവം തന്നെയാണ് എന്നെ ഈ ഒരു ഇതിലേക്ക് എത്തിച്ചത്. ഞാൻ അത്രയും പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി വേണം. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം പഠിച്ചിരുന്ന സമയത്ത് തന്നെ ഡിഗ്രി PG ഒക്കെ ചെയ്തിരുന്ന സമയത്ത് തന്നെ നാട്ടിലുള്ളവരാണെങ്കിലും ബന്ധുക്കാരാണെങ്കിലും എല്ലാവരും, അന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ വീട് ശരിക്കും തൃശ്ശൂരാണ്. അപ്പോൾ ആ സമയത്ത് പഠിച്ചിരുന്നപ്പോൾ ഞാൻ മാത്രമാണ് PGക്ക് അഡ്മിഷൻ എടുത്തിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ അമ്മയാണ് എന്നെ നോക്കി വളർത്തിയിട്ടുള്ളത്. എനിക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി പക്ഷേ മരിച്ചു. ഇപ്പോൾ 10 വർഷം ആകാറായി. അതിൻ്റെ ഒരുപാട് സങ്കടങ്ങളുണ്ട്. പിന്നെ അച്ഛന് മെൻ്റലി കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനിങ്ങനെ ബോധമില്ലാണ്ട് ഇങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടുപോകാം, പിന്നെ കാണാണ്ടാകാം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ എൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അതും ഞങ്ങൾ കുറേ അനുഭവിച്ചു. അമ്മയും കുറേ സഹിച്ച്. പിന്നെ ആരോടും ഷെയർ ചെയ്യാനൊന്നും പറ്റില്ല. ഹസ്ബൻഡാണെങ്കിൽ നാട്ടിലില്ല. ചേട്ടനോട് പറഞ്ഞതിനൊരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ ഒരുപാട് സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുള്ള ജോലി കളഞ്ഞിട്ട് നാട്ടിലോട്ട് വരും. അതിൻ്റെ ഒരു കാര്യമുണ്ട്. അങ്ങനെയൊക്കെ പഠിച്ച് PGക്കാണെങ്കിലും എനിക്ക് 3rd റാങ്കോട് കൂടി പാസ് ചെയ്യാൻ പറ്റി. അതിനുശേഷമാണ് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് മാറുന്നത്. അതിന് മുന്നേ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ 3 വർഷം വർക്ക് ചെയ്തു. അന്നും PhD ചെയ്യണം, ഒരു ടീച്ചർ ആകണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അതിപ്പോഴും മനസ്സിലുണ്ട്. എനിക്കൊരു ടീച്ചിങ് ആണ് ഇഷ്ടം, ടീച്ചർ ആകണം എന്നുള്ളത്. പക്ഷെ അന്ന് പോകാൻ പറ്റിയ സാഹചര്യം കിട്ടിയില്ല. അന്ന് ഉടനെ തന്നെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. PG കഴിഞ്ഞ ഉടനെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് ആയിട്ട് കയറി. അങ്ങനെ ഒരു 3 വർഷം അവിടെ ജോലി ചെയ്തു. ജോലി ചെയ്ത് ഒരു 3 ലക്ഷം രൂപ എനിക്ക് സമ്പാദിക്കാൻ പറ്റി. എൻ്റെ ഫസ്റ്റ് സാലറി വെച്ചിട്ട് 1 രൂപ പോലും ഞാൻ ചെലവാക്കാണ്ട്. അമ്മയാണെങ്കിലും എന്നെ കൊണ്ട് 1 രൂപ പോലും ചെലവാക്കിക്കില്ല. നിനക്ക് കിട്ടണത് എത്രയാണോ നിന്റെ സേവിങ്സ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ മാറ്റി വെച്ച് സേവ് ചെയ്ത് എൻ്റെ സ്വന്തം കല്യാണത്തിന് ഞാൻ തന്നെയാണ് 3 ലക്ഷം രൂപയോളം ഉണ്ടാക്കിയിട്ട് അന്ന് കല്യാണത്തിനുള്ള സ്വർണം എല്ലാ സാധനവും ഞാൻ തന്നെ മേടിച്ച്. ബാക്കി പൈസ മാത്രം അമ്മയ്ക്ക് ഉണ്ടാക്കേണ്ടി വന്നിട്ടുള്ളൂ. അത്രയും ബുദ്ധിമുട്ടിച്ചിട്ടുള്ളൂ ഞാൻ. അത് കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഫസ്റ്റത്തെ കുട്ടിയായത്. ഫസ്റ്റത്തെ കുട്ടിയായി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി. ഡിസ്ക് ബൾജായി. 1.5 വർഷത്തോളം ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. എഴുന്നേറ്റ് നിൽക്കാനോ ഇരിക്കാനോ അങ്ങനെ ഒന്നും പറ്റാത്തൊരവസ്ഥയിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഫുൾ കിടപ്പ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോഴും ഞാൻ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇനി എന്നെ കൊണ്ടൊന്നും പറ്റില്ലേ, എനിക്ക് ജോലിയൊന്നും നേടാൻ പറ്റില്ലേ, ഞാൻ എൻ്റെ പിള്ളേരെങ്ങനെ നോക്കും, അങ്ങനത്തെ ഒക്കെ ചിന്തയായിരുന്നു. കാരണം നമ്മളെ കൊണ്ട് ആർക്കും ഒരു തടസ്സം ഉണ്ടാകരുതെന്നാണ് നമ്മളെപ്പോഴും വിചാരിക്കുക. പക്ഷേ ഈ ഒരു കിടപ്പിൽ ഞാൻ എന്ത് ചെയ്യും? അമ്മയ്ക്ക് ബുദ്ധിമുട്ടാകും, അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റണില്ല. അമ്മ സാധാ കൂലിപ്പണി എടുത്തിട്ടാണ് ഞങ്ങൾ നോക്കിയത്. അങ്ങനത്തെ ഒക്കെ ഒരു ഇതുണ്ടായിരുന്നു. എന്നാലും അവിടെ ചികിത്സയൊക്കെ കഴിഞ്ഞ് ദൈവം സഹായിച്ചിട്ട് ഞാൻ എണീറ്റ് നിന്നു. ബെൽറ്റൊന്നും ഇല്ലാതെ ഞാൻ പതിയെ നടന്നു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എനിക്ക് 2ാമതൊരു കുട്ടിയുണ്ടായി. അപ്പോൾ ഈ ഡിസ്ക് ബൾജായിരിക്കുന്ന ആ ഒരു സമയത്താണ്, അന്ന് കൊറോണ ടൈം ആയിരുന്നു. ആ സമയത്താണ് അമ്മ ഇങ്ങനെ, ചേട്ടൻ്റെ അമ്മ HDC ചെയ്യേണ്ട കാര്യം എന്നോട് പറഞ്ഞു. ഓൺലൈൻ ആണല്ലോ, കൊറോണ അല്ലേ, അപ്പൊ കുഴപ്പമില്ല, വീട്ടിലിരുന്നിട്ടാണെങ്കിലും പഠിക്ക്, അസുഖത്തിന്റെ വഴിക്ക് പോട്ടെ, അത് മാറിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ 6 മാസം, 1 വർഷത്തെ കോഴ്സാണല്ലോ HDC. അങ്ങനെ ആദ്യത്തെ 6 മാസം ഓൺലൈനായി. പിന്നെ പെട്ടെന്ന് കൊറോണയുടെ ആ ഒരു ഇതൊക്കെ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓഫ്ലൈൻ ആക്കി അവര്. അങ്ങനെ പിന്നത്തെ 6 മാസം ഓഫ്ലൈൻ. അപ്പോൾ പോയി പഠിക്കേണ്ടി വന്നു. അപ്പോൾ ബെൽറ്റൊക്കെ ഇട്ടിട്ട് ഞാൻ പോകും കോളേജിൽ, അവിടെ പോയിരുന്ന് പഠിക്കും. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടീനെ നോക്കണം, അങ്ങനത്തെ കുറേ ഇതൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊരു ആശ്വാസം ഉണ്ടായി. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ സഹകാരിനെ അന്വേഷിച്ച് പിടിച്ച് സഹകാരിയിൽ ജോയിൻ ചെയ്തത്. ആദ്യം CSEB ആയിരുന്നു നോക്കിയിരുന്നത്. അന്ന് കേരള ബാങ്കിനെ കുറിച്ചിട്ട് അത്രയ്ക്കൊന്നും നോട്ടിഫിക്കേഷനെ കുറിച്ചൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 2022 ഞാൻ പാസ് ഔട്ട് ആയി HDC. ആ സമയത്ത് ഇത് അത്രയ്ക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. വരുന്ന കേട്ടെങ്കിലും ഉടനെ ഉണ്ടാകുമോ എന്നായിരിക്കുന്നൊന്നും പറയാൻ പറ്റില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇതിന് ചേർന്നത്, ഓൺലൈനായിട്ട് ചേർന്നത്.
CSEB എക്സാം ഞാൻ ഒരു 3 വട്ടം എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ എഴുതിയില്ല വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ചിട്ട് എഴുതണുള്ളൂ. കാരണം ഞാൻ വെറുതെ ഫീസ് അടയ്ക്കുക, എക്സാമിന് ഫീസ് ഉണ്ടല്ലോ, ഫീസ് അടയ്ക്കാൻ എനിക്ക് ആ ഒരു കട്ട് ഓഫ് മാർക്കിലേക്ക് എത്താൻ പറ്റണില്ല എത്ര ചെയ്തിട്ടും. എന്നാൽ ഞാനിനി ഫുൾ നല്ലപോലെ പഠിച്ചിട്ടേ ഞാൻ എഴുതണുള്ളൂ. അങ്ങനെ ഒരു തീരുമാനമായി. ആ സമയത്ത് പെട്ടെന്ന് കേരള ബാങ്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. പിന്നെ അതിലേക്ക് തന്നെ ആ ഒരു വർഷം ഉടനെ തന്നെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യണമെന്ന് എല്ലാവരും പറഞ്ഞു. കണ്ണിന്റെ കാഴ്ച പോകും, ബുക്ക് വായിക്കരുത്, ഫോൺ നോക്കരുത്, അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. എന്നാലും December 26 ഡെലിവറി കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ജനുവരിയിലായപ്പോൾ തന്നെ ഞാൻ ജോയിൻ ചെയ്തു. എനിക്ക് എന്തായാലും പഠിക്കണം, കാഴ്ച പോയാലും കുഴപ്പമില്ല, എനിക്ക് പഠിക്കണം, ജോലി വേണം. ഈ ഒരു ചാൻസ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ 3 വർഷം ഞാൻ കാത്തിരിക്കണ്ടേന്ന് പറഞ്ഞു ഒരു ഇതിന് വേണ്ടിയിട്ട്. അപ്പം എനിക്ക് ഈ ഒരു ഇതിൽ തന്നെ എനിക്ക് എത്തണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ജനുവരിയിലാണ് ജോയിൻ ചെയ്തത്. ജനുവരിയിൽ ജോയിൻ ചെയ്ത് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന് വേണ്ടിയിട്ടായിരുന്നു ശരിക്കും ജോയിൻ ചെയ്തത്. പക്ഷേ അതെന്തോ കട്ട് ഓഫിലേക്ക് എത്താതെ എങ്ങനെയാണാവോ ലിസ്റ്റിൽ വരാൻ പറ്റിയില്ല എനിക്ക്. എന്നാലും അത് കഴിഞ്ഞിട്ട് സഹകാരിയുടെ എക്സാം അതിൻ്റെ തൊട്ട് പിന്നാലെയായിരുന്നു ഈ കേരള ബാങ്കിൻ്റെ എക്സാം ഉണ്ടായിരുന്നത്. അപ്പം അതിലേക്ക് എഴുതിയ സമയത്ത് ഭയങ്കര സന്തോഷമൊക്കെയായിരുന്നു. എന്നാലും ഇപ്പൊ വലിയൊരു വിജയത്തിലോട്ട് പിന്നെ റാങ്ക് 89 കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യത്തെ 100-150 പേരിൽ എനിക്ക് വേണം, ഫസ്റ്റ് ആ ഒരു 207 അഡ്വൈസിൽ ഒരെണ്ണം എനിക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ തന്നെ ഇത് കേട്ടോണ്ട് നിൽക്കുമ്പോൾ എനിക്ക് മറ്റേ ഗൂസ് ബംസ് വരികയാണ്. അപ്പം അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. നമ്മൾ ഈ സാഹചര്യങ്ങളെ പറഞ്ഞുകൊണ്ട് പല ആളുകളും ഈ എനിക്കത് പറ്റിയില്ല ഇത് പറ്റിയില്ല എന്ന് പറയും. ഇപ്പോൾ അഞ്ജു പറഞ്ഞു വന്നപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് തടസ്സങ്ങളായി നിന്നിരുന്നത് എങ്കിലും നമുക്ക് പഠിത്തം അല്ലെങ്കിൽ അക്ഷരങ്ങൾ എന്നൊരു കാര്യത്തെ ചേർത്ത് നിർത്തിയാൽ അത് ഒരിക്കലും കൈവിടില്ല എന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണമാണ് അഞ്ജു. അത് നമ്മളെല്ലാം ഒരു ഉദാഹരണമായിട്ട് എടുത്തോണ്ട് സാഹചര്യങ്ങളെ പഴിക്കാതെ ദൃഢനിശ്ചയത്തോടെ പഠിക്കുകയാണെങ്കിൽ വിജയത്തിലേക്ക് എത്താം എന്നുള്ള എൻ്റെ സ്വന്തം അമ്മ എപ്പോഴും എന്നോട് പറയാറുണ്ട്, കുഞ്ഞിലേ തൊട്ട് അത് കേട്ട് തന്നെയാണ് വളർന്നിട്ടുള്ളത്. എത്ര വേണമെങ്കിലും നീ പഠിച്ചോ, എന്നെക്കൊണ്ട് പഠിപ്പിക്കാൻ പറ്റുന്നിടത്തോളം ഞാൻ നിന്നെ പഠിപ്പിക്കാം നമ്മൾ പറയും. വിദ്യയാണ് ഏറ്റവും വലിയ ദാനം, എപ്പോഴും പറയണതാ. ഞാൻ എന്നിട്ട് ഇടയ്ക്ക് അമ്മോട് പറയും, അമ്മ എപ്പോഴും പറയല്ലേ അമ്മ ഞാൻ പഠിക്കണുണ്ട് അമ്മ എന്ന് പറയും. അപ്പോഴും പറയും എന്നോട് വിദ്യയാണ് ഏറ്റവും വലിയ ദാനം, അത് ആരും നിന്റെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ട് ഷെൽഫ് നിറയെ ട്രോഫിയാണ്, പഠിച്ചതിന് കിട്ടിയ ട്രോഫികളാണെന്നാണ് പറഞ്ഞത്. അത് തന്നെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അത് തുടരുക, പഠനം ഒരിക്കലും നിർത്താൻ പാടില്ല. അത് നമ്മൾ എവിടെ എത്തിയാലും പഠിച്ചുകൊണ്ടിരിക്കും. തോന്നിയിട്ടില്ല എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്. ഇനിയും മുകളിലോട്ട് എനിക്ക് ഒരുപാട് പോകണം. ഒരുപാട് പേര് കളിയാക്കിയവരുണ്ട്, കുറ്റം പറഞ്ഞവരുണ്ട്, അങ്ങനെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അറ്റ് ദ ടോപ്പ് ഓഫ് എവറസ്റ്റ് സ്കൈ ഈസ് ദ ലിമിറ്റ് എന്നാണ്. എവറസ്റ്റിന്റെ മേളിൽ നിൽക്കുമ്പോഴും ആകാശത്തെ തൊടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇനിയും പഠനം തുടരുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടെ ചോദിക്കാം ഞാൻ. ഈ സ്റ്റുഡൻസ് ഇപ്പം എക്സാം ഒക്കെ എഴുതാൻ നിൽക്കുന്നവരും പഠിക്കാനായിട്ട് നിൽക്കുന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരു അഡ്വൈസായിട്ട് നിങ്ങൾ ഇങ്ങനെ ശ്രമിച്ചാൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും എന്നൊരു അഡ്വൈസ് കൊടുക്കണമെങ്കിൽ എന്തായിരിക്കും പറയാം? ഞാൻ ഓൺലൈനായിട്ട് പഠിച്ച കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് 2 കുട്ടികളുണ്ടല്ലോ, അപ്പോൾ വീട്ടമ്മമാരോടാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. എന്നെ പോലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികളുടെ കാര്യം നോക്കണം. എന്നാൽ നമുക്ക് വേണ്ടിയുള്ള കുറച്ച് സമയം ദിവസം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവണം. ഒരു ദിവസം നമ്മളത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്കത് ടെൻഷനും ആകും, പിന്നെ അത് ഓവർലോഡ് ആകും. ഞാൻ എങ്ങനെ ചെയ്തിരുന്നു വെച്ച് കഴിഞ്ഞാൽ, മോള് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മൂത്ത കുട്ടീനെ സ്കൂളിലേക്ക് വിടും, പിന്നെ താഴെയുള്ള കുട്ടീനെ നോക്കാനുണ്ട്. ചെറിയ കുഞ്ഞായിരുന്നു, ഇപ്പോഴാണ് 1 വയസ്സ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുട്ടിയുടെ കാര്യം നോക്കും, കുട്ടിക്ക് കഴിക്കാനുള്ളത് കൊടുക്കും. സത്യം പറഞ്ഞാൽ ഞാൻ കാലിൽ ചക്രം വെച്ച പോലെ ഞാൻ ഈ ഒരു വീടിൻ്റെ ഉള്ളിൽ നടക്കണ്ടായിരുന്നേ. കുട്ടിയുടെ കാര്യം നോക്കണം, എപ്പോഴും ടെൻഷനാണ്. ഇങ്ങനെ കഴിക്കാൻ കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് എൻ്റെ കാര്യം നോക്കുക, പിന്നെ വീട്ടിലെ പണി ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പഠിക്കാനുള്ള ഒരു സമയം, ഞാൻ പകലൊരു ഉച്ച വരെയുള്ള സമയത്തിൽ 1 മണിക്കൂർ എന്തായാലും ഞാൻ ഇരുന്ന് പഠിക്കും. അതെൻ്റെ സമയമാണെന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം മൂത്ത കുട്ടി ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ആ ഒരു സമയത്ത് ആളെയും പഠിപ്പിക്കും. പിന്നെ രാത്രി ഇവരെല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഒരു 10:30 തൊട്ട് 2:30-3 മണി വരെ ഇരിക്കും. അതാണ് എനിക്ക് ആകെ കിട്ടിയിട്ടുള്ളൊരു സമയം. ആ ഒരു സമയത്താണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്കും കുഴപ്പമില്ല, അവർക്കും കുഴപ്പമില്ല, വീട്ടിലെ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിലും ആ 1 മിനിറ്റ് നമ്മൾ എന്തെങ്കിലും വായിച്ചു തീർക്കണം. അങ്ങനെ സമയത്തെ പാഴാക്കാതെ വർക്ക് ചെയ്യൂ, നിങ്ങൾക്കും ഈ പറഞ്ഞ പോലുള്ള വിജയങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അഞ്ജു സംസാരിച്ചപ്പോൾ പറഞ്ഞത് ആർക്കാ നന്ദി പറയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ 2 അമ്മമാർക്കും ആദ്യം പറഞ്ഞത്. അപ്പം അതിൽ HDCക്ക് പോകാനായിട്ട് പറഞ്ഞത് അമ്മയാണെന്നാണ്, അതിലേട്ട് ലീഡ് ചെയ്തത് അമ്മയാണെന്നാണ് പറഞ്ഞത്. അപ്പം
എന്താണ് ഇപ്പൊ ആ ഒരു വിജയത്തിലോട്ട് എത്തി നിൽക്കുമ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താണ് ഒരു സന്തോഷം പങ്കുവെക്കാനുള്ളതെന്നും കൂടെ പറയുമായിരുന്നെങ്കിൽ. അതെന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ വരാപ്പുഴ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലാണ് ആഹാ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 26 വർഷത്തെ സർവീസ് ഉണ്ട്. അപ്പോൾ അഞ്ചു വിവാഹം കഴിഞ്ഞ് വന്നപ്പോൾ അഞ്ചു ഏതായാലും PG ആണല്ലോ. ആഹാ അപ്പോൾ ഞാനൊരു സജഷൻ വെച്ചു. ഇപ്പം അഞ്ചു ഒരു കാര്യം ചെയ്യാം, HDC എന്ന് പറയുമ്പോൾ 10 മാസത്തെ കോഴ്സാണ്. ആഹാ പിന്നെ എൻ്റെ ഒരു പ്രതീക്ഷ അഞ്ചു പഠിക്കും, അഞ്ചു നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. ആഹാ അപ്പോൾ അഞ്ചുവിന് അതിനുള്ള കഴിവുണ്ട്, അഞ്ചു അത് നേടും എന്ന് എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതെ കാര്യം ആ കുട്ടി ഇതുമായിട്ട് ഇപ്പോൾ ഒരു ബന്ധമില്ലാത്ത സബ്ജക്റ്റാണ് എങ്കിൽ കൂടിയും കഴിവുണ്ടെങ്കിൽ നമുക്ക് ഏത് കടമ്പയും കടക്കാമല്ലോ. കടക്കാം എന്നാണ്. ആ ഒരു നമുക്കൊരു മനസ്സിനൊരു ധൈര്യം ഉണ്ടെങ്കിൽ അത് അമ്മയുടെ ആ ഒരു ചിന്തയാണ് ഇന്ന് വലിയൊരു. അപ്പം ഞാൻ എൻ്റെ ഒരു ഇതുകൊണ്ട് ഞാൻ പറഞ്ഞു, അപ്പം എസ്വർണോ അത് പഠിക്കുന്ന ആളുടെ ഒരു അതെ അതെ അപ്പം അത് അതിനുള്ള ഹാർഡ് വർക്ക് അഞ്ചു വിട്ടു, ഇപ്പൊ അതിനുള്ള റിസൾട്ടും ഉണ്ടായി. അതെ അതെ. അപ്പം അതിനുള്ള തയ്യാറെടുപ്പ് നടത്തി പഠിക്കാൻ ചേർന്നു. അപ്പം ഞാൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് കുഞ്ഞും ഉണ്ടായിരുന്നല്ലോ. അപ്പം അവിടെ തൃശ്ശൂര് അഞ്ജുവിൻ്റെ വീട്ടിൽ തന്നെയാണ് നിന്ന്, തൃശ്ശൂരാണ് പഠിച്ചത്. എല്ലാ വീട്ടുകാരും ഇത് കണ്ടുകൂടെ പഠിക്കണം. അമ്മയും അമ്മായിയമ്മയും ഒരുമിച്ച് നിന്ന് സപ്പോർട്ട് ചെയ്ത് ഒരാളെ ജീവിതത്തെ അടുത്ത ഘട്ടത്തിലോട്ട് കൊണ്ടുപോവാണ്. അത് തന്നെ വലിയൊരു ഉദാഹരണമാണ്. ഇവിടെ വേറെ പ്രായമായ അച്ഛൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അഞ്ജുവിന് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ല. അപ്പൊ അതിന്റെ പേരില് മകനാണെങ്കിൽ വിദേശത്താണ്. അപ്പൊ എനിക്ക് ഇവിടെ ഇവരെ കൊണ്ടുവന്ന് നിർത്തി ഇവരുടെ ഭാവി സുരക്ഷിതമാകണമല്ലോ. അപ്പൊ അവരെ പഠിത്തം കളയരുത്. അപ്പൊ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഏതറ്റം വരെ വേണമെങ്കിലും പഠിക്കണം. അത് എനിക്ക് എന്റെ ഒരു ഇതാണ്. അതെല്ലാരും അതൊരു ഉദാഹരണമായിട്ട് എടുക്കണമെന്നാണ് നമുക്ക് പറയാം. നമ്മളിപ്പോ ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ ഫീൽഡാണ് ഇപ്പൊ. ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമല്ല, ടഫ് കോമ്പറ്റീഷനാണ്. ബാങ്കുകളിൽ തന്നെ നമുക്കറിയാം, ഇപ്പോഴത്തെ സർവീസിനിടയ്ക്ക് നമുക്കറിയാലോ അവിടെ ഇരുന്നുള്ള. പിന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പം അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാൻ അഞ്ചു തയ്യാറായതിൻ്റെ പേരിൽ അഞ്ചുവിന് അതിൻ്റെ റിസൾട്ട് കിട്ടി. പിന്നെ അതിപ്പോൾ ഈ കേരള ബാങ്കിൻ്റെ ടെസ്റ്റ് എഴുതി അതൊക്കെ നന്നായിട്ട് തന്നെ ശ്രമിച്ചിട്ടുണ്ട്. ഇതൊന്നും ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. കാരണം 2 കുട്ടികളുണ്ട്. പിന്നെ ഞാനിപ്പോൾ 1 വർഷമായിട്ടുള്ളൂ സർവീസിൽ നിന്ന് റിട്ടയർ ആയിട്ട്. റിട്ടയർഡ് ആയപ്പോഴത്തേക്കിനും അടുത്ത ആള് സഹകരണ മേഖലയിലോട്ട് വന്നു. അപ്പൊ സർവീസിൽ നിന്ന് റിട്ടയർ ആയപ്പോഴാണ് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പൊ ഞാനിപ്പോ വീട്ടിലുണ്ടല്ലോ. അഞ്ജുവിന്റെ കഠിനമായ ശ്രമഫലം കൊണ്ട് തന്നെയാണ് ഈ ഒരു ലക്ഷ്യത്തില് എത്താൻ സാധിച്ചത്. സൈലന്റ് ആയിട്ട് ഒരാൾ കൂടെ നിൽപ്പുണ്ട്. സൈലന്റ് ആണെങ്കിലും എല്ലാ സഹായങ്ങളും. അതെ. പിന്നെ അമ്മ അതിനുവേണ്ടി രണ്ടമ്മമാരുടെ സപ്പോർട്ട് തന്നെ അവൾക്ക്. എനിക്കൊരു ടീച്ചർ ആക്കണമെന്നായിരുന്നു. അത്രയും കഷ്ടപ്പെട്ട 2 മക്കളെ ഞാൻ വളർത്തിയത്. അവർക്ക് ഗ്രാഫിക് ഡിസൈനറായിട്ട് ജോലി കിട്ടി. 1.5 മാസം ജോലിക്ക് പോയിട്ട് അപ്പോഴത്തേക്കും ഞാൻ വിട്ടു. പിന്നെ ഇവിടെയുള്ള പ്രതീക്ഷ അപ്പോൾ എനിക്ക് 1.5 റാങ്ക് പ്രതീക്ഷിച്ചിരുന്നത് SN കോളേജിൽ. അപ്പോൾ ചേച്ചി മരിച്ചിട്ട് 18 ദിവസമായപ്പോഴാണ് എക്സാമിൻ്റെ പരിപാടി തുടങ്ങിയത്. അപ്പോൾ ഇവിടെ പഠിക്കണില്ല, ബുക്ക് തുറക്കണില്ല എൻ്റെ ചേച്ചിക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പം സാറന്മാർ ദിവസം 10 വട്ടമെങ്കിലും വിളിക്കും. 5ൻ്റെ ഞങ്ങൾക്ക് പ്രതീക്ഷയായിട്ട് ആ കോളേജിൻ്റെ പ്രതീക്ഷ കടയിൽ നിന്ന് 1.5 പോയിന്റിനാണ് പോയത്. പിന്നെ ഇവർക്ക് ടീച്ചർ ആവണമെന്നായിരുന്നു. എനിക്ക് അത് തന്നെയായിരുന്നു താല്പര്യം. അപ്പം അവിടെ എൻ്റെ കൂടെ ജോലിക്ക് പോണ പെണ്ണുങ്ങളെല്ലാവരും പറയും, നീ കഷ്ടപ്പെട്ട് ഒരാളെ പഠിപ്പിച്ചു ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് കിട്ടിയില്ലാതെ ഇനിയിപ്പോൾ ഒരാളെ പഠിപ്പിക്കുന്നുണ്ട്, നീ എന്തിനു പഠിപ്പിക്കണേ? ഞാൻ പറഞ്ഞേ ഞാൻ ഏതായാലും 10 വരെ പഠിക്കുള്ളൂ. അത് പോട്ടെ, എൻ്റെ മക്കളെങ്കിലും നല്ല നിലയിൽ എത്തണം, അവരുടെ ഭാവിയാണ്. എൻ്റെ കാര്യങ്ങളൊക്കെ അവസാനിക്കാറായി. ഇത്ര പ്രായമായില്ലേ, അവര് പഠിക്കട്ടെ, നിങ്ങൾ തരുമ്പോഴല്ല ഞാൻ കഷ്ടപ്പെട്ടതല്ല, അവര് പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒറ്റ വായിച്ചിട്ടില്ല. 2 അച്ഛൻ്റെ ഒരു പ്രോത്സാഹനം ഇല്ല. അപ്പൊ ടീച്ചറാണെന്നുള്ള ആഗ്രഹം ഇപ്പോഴാ ഉണ്ട്. അതാണ് 2 അമ്മമാരുടെയും എല്ലാവരുടെയും സപ്പോർട്ടാണ്. അത് എന്റെ ചേട്ടൻ സപ്പോർട്ട് ചെയ്യണ്ടല്ലോ. മക്കളെ നോക്കണ്ട, എന്ത് കാര്യം പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മോള് പഠിച്ചോ കാശ് നോക്കണ്ട, ഞാൻ തരാം അങ്ങനെ ഒരു വാക്ക് പറയുന്നുണ്ടല്ലോ. ഒന്നും നോന്ന് പറയില്ല, നീ ചെയ്യണ്ട, അങ്ങനെ ഒരു വർത്താനില്ല. ബാക്കപ്പ് ഉള്ള ഒരു ഫാമിലി കിട്ടുക എന്ന് പറയുന്നത് തന്നെ അതും ഒരു ഭാഗ്യമാണ്. അത് ഈ വിജയത്തിൽ ഒരു ഘടകമാണ്. ഇവൾക്ക് ഒരു ജോലി കിട്ടിയതിന് ശേഷമാണ് അവിടെ ഉള്ളവരോട് എനിക്കൊന്ന് പകരം വീട്ടിലല്ല ഒന്ന് പറയാൻ, നിങ്ങൾ എന്നെ കളിയാക്കിയില്ലേ ഇപ്പൊ എന്റെ മോളിൽ നിലയിലെത്തി എന്നൊരു വാക്ക് പറയാനായിട്ട്. അതെ, നമ്മൾ വിജയിക്കുമ്പോഴാണ് നമുക്കത് പറയാൻ പറ്റുക. അത് ഉറക്കെ പറയണം. എന്തായാലും നമുക്കും നമ്മുടെ ഭാഗത്തു നിന്നുള്ള വലിയൊരു സന്തോഷം, ഈ ഫാമിലിയോടൊപ്പം വന്ന് ഇവിടെ കൂടാൻ സാധിച്ചതിൽ വലിയൊരു സന്തോഷം ഞങ്ങളും പങ്കുവെക്കുന്നു. ഇനിയും വലിയ നന്മകൾ
ഈ കുടുംബത്തിന് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വളരെ സന്തോഷം. താങ്ക് യു അഞ്ജു. താങ്ക് യു സർ.